എന്നോട് പറഞ്ഞത് 30 പേരുടെ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കാനാ പറഞ്ഞത്. അപ്പൊ ആ 30 പേരുടെ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ അതിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളത് പറയുന്നുണ്ട് അല്ലെ. 7 നമ്മൾ ടിക്ക് കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് എന്നോട് പറഞ്ഞു ഒരു 30 പേരുടെ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കാം. എന്നിട്ട് പറഞ്ഞതാണ് SMO ലീഡേഴ്സിലേക്ക് അത് ഒന്ന് ഇട്ട് കൊടുക്കണം നിങ്ങൾ ലിസ്റ്റ്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞ് ചെയ്തത് തന്നെ അതിനു വേണ്ടി. അപ്പൊ നമ്മളോട് പറയുന്നുണ്ട് നിങ്ങൾ 100 പേരുടെ ലിസ്റ്റ് എഴുതുമ്പോൾ ആര് വരുവോ ഇല്ലയോ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുവോ, അല്ലെങ്കിൽ നെഗറ്റീവ് പറയുവോ, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട, ഒന്നും ചിന്തിക്കാതെ എഴുതി അയച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനും എന്തായാലും കൊടുക്കണല്ലോ, അപ്പൊ പിന്നെ എഴുതാണ്ട് പറ്റത്തില്ല, അയച്ചു കൊടുക്കണല്ലോ എന്നുള്ള ഒരു കാര്യം വന്നുകൊണ്ട് ഞാനും എഴുതി, ഞാനും അയച്ചു കൊടുത്തു. കുറച്ച് നാളുകൾ കഴിഞ്ഞു. ഇതുപോലെ തന്നെ വർക്ക് എടുക്കാനായിട്ട്, വർക്ക് ചെയ്യാനും മുന്നോട്ട് പോകാനും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്ലാൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്നാന്ന് പോലും അറിയില്ലാത്തൊരു സാഹചര്യത്തിലൂടെയൊക്കെ വന്നയാള്. കാരണം പ്ലാൻ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ പ്ലാൻ ബുക്കിൽ നമ്മൾക്ക് ഇപ്പൊ അറിയാം എല്ലാ കാര്യങ്ങളും. അപ്പൊ അന്നൊന്നും അത്രയും സെഷൻസ് എന്റെ കുറ്റാണ്. കാരണം ട്രെയിനിങ് കിട്ടാത്തൊന്നുമല്ല, എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സമയം അന്നും ഉണ്ടായിട്ടുണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് അതുപോലും അറിയില്ലായിരുന്നു. അപ്പൊ ലീഡേഴ്സ് കൊടുക്കുന്നത്, ടീമിന്റെ കൂടെ പോയി കൊടുക്കുന്നതൊക്കെ കണ്ട് അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി, എങ്ങനെയാണ് പ്ലാൻ കൊടുക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ ശ്രദ്ധിക്കും. ഞാൻ 1, 2, 3 ഒക്കെ കണ്ടിട്ടുള്ളൂ, അതിൽ കൂടുതലൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ആ പോയ അത്ര സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു എങ്ങനെയാണ് കൊടുക്കുന്നത്, എങ്ങനെയാണ് വൈൻഡപ്പ് ചെയ്യണത്, എങ്ങനെയാണ് അവസാനം പറയുന്നത്, എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വളരെ ഇതായിട്ട് ശ്രദ്ധിക്കും. അപ്പൊ എനിക്ക് ആവശ്യക്കാരിയായി ഞാൻ മാറി. എനിക്ക് എൻ്റെ ടീമിലേക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് നമ്മുടെ ടീമിൽ ഒരാൾ വന്ന് അത് അവർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമുക്ക് അനുഭവം ഉണ്ടാവണം, നമ്മൾ അതിന് എന്താ പറയാ യോഗ്യത നേടിയിരിക്കണം. എനിക്കത് ചെയ്യാൻ പറ്റിയെങ്കിലാണ്, അല്ലാണ്ട് കുറെ നിങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനത് കാണിച്ചു കൊടുക്കണമെങ്കിൽ ഞാൻ ആദ്യം അത് എന്താണെന്നും എങ്ങനെയാണെന്നും മനസ്സിലാക്കി പ്രവർത്തിക്കണം. അപ്പൊ എനിക്ക് വീണ്ടും ഫിജിക്കാളിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ആദ്യം ഞാൻ ചിന്തിച്ചിരുന്നു എല്ലാം പഠിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ മതി എന്ന് ചിന്തിച്ചപ്പോഴാണ് ഇനിയും ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒത്തിരി ആളുകളിലേക്ക് ഇറങ്ങുമ്പോൾ പല തരത്തിലുള്ളവരാണ്, പല മേഖലയിലുള്ളവരാണ്, പല സ്വഭാവമുള്ളവരാണ്. അപ്പൊ അതനുസരിച്ച് നമ്മൾ മാറേണ്ടതുണ്ട്, നമ്മൾ ഒരു ശൈലി മാത്രം പാടില്ല എന്നൊക്കെ മനസ്സിലാക്കി. അപ്പൊ ആ സമയത്താണ് ഞാൻ ഇങ്ങനെയുള്ള ലീഡേഴ്സിന്റെ ഇത് കണ്ടു. അതോടൊപ്പം തന്നെ എനിക്ക് പിന്നെ പറ്റണത് കാരണം എൻ്റെ ജോലിയുടെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പൊ ജോലിക്ക് പോകേണ്ടത് കൊണ്ട് ഒരു ലീഡറിനെ പോലും ഒരു പ്ലാൻ കൊടുക്കാൻ വിളിക്കാനോ ഒന്നും പറ്റില്ല. കാരണം അവർ വരുന്ന സമയത്ത് ചിലപ്പോൾ കൃത്യം നമുക്ക് അവിടെ എത്തേണ്ട വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ വിളിച്ച് ഇവിടെ എത്തിച്ചൊക്കെ കഴിയുമ്പോൾ അത് പറ്റില്ലല്ലോ എന്നുള്ള ഒരു വിഷമം. അപ്പൊ എനിക്ക് പിന്നെ പറ്റിയത് BOP കളായിരുന്നു. നമുക്ക് ഫിസിക്കൽ BOP സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് അന്ന് എല്ലാവരും ചിന്തിക്കൂലേ, ഇന്നൊക്കെ ഫിസിക്കൽ BOPക്ക് പോകാനായിട്ട് ചോദിക്കുമ്പോൾ അയ്യോ പാർട്ണർ ഇല്ലല്ലോ, ഗസ്റ്റ് ഇല്ലല്ലോ. ഞാൻ അങ്ങനെ ഒന്നും അല്ലായിരുന്നു. ഞാൻ തന്നെ എനിക്ക് എന്താണെന്ന് അറിയണമായിരുന്നു. പ്ലാൻ പ്രസന്റ് ചെയ്യണം എങ്ങനെ, MC ഓരോ ദിവസവും MC കൈകാര്യം ചെയ്യുന്നവരുടെ സംസാരം അല്ലെങ്കിൽ അവർ പറയുന്നത് അതിൽ നിന്നൊക്കെ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുപോലെ ചീഫ് ഗസ്റ്റ്. ഇപ്പൊ എനിക്കൊരു ഗസ്റ്റോ പാർട്ണറോ ഒന്നും ഇല്ലാതെയാണ് ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു, അത് മാത്രമല്ലായിരുന്നു എനിക്ക് വേണ്ട, എനിക്ക് എങ്ങനെ സെയിൽ ക്ലോസ് ചെയ്യാന്നുള്ള കാര്യമായിരുന്നു അറിയണ്ടേ. കാരണം ഒരു ലീഡറിന്റെ കൂടെ പോയി അത് ചെയ്യാനുള്ള ഒരു സാഹചര്യം എനിക്ക് ഇല്ലാത്തതുകൊണ്ട് അപ്പൊ ഞാൻ അവിടെ റൗണ്ട് അപ്പ് സെഷൻ നടക്കും അന്നൊക്കെ. അപ്പൊ ലീഡേഴ്സ് ആണ് പല 2-3-4-5 സ്ഥലത്ത് റൗണ്ട് അപ്പ് ആയിട്ട് വരും. അപ്പൊ നമ്മുടെ മെയിൻ ലീഡേഴ്സ് അവിടെ റൗണ്ട് അപ്പ് സെഷനിൽ എങ്ങനെയാണ് ഇത് സെയിൽ ക്ലോസ് ചെയ്യണേന്നുള്ളത് ഞാൻ അവരുടെ തൊട്ട് പുറകിൽ ഇരുന്നിട്ട് അതെങ്ങനെയാണെന്ന് കൃത്യം അവരെന്താ പറയണേ, എങ്ങനെയാണ് മൊബൈലിൽ പ്രൊഡക്റ്റ് എങ്ങനെ കാണിച്ചു കൊടുക്കുന്നു, അതിനുശേഷം എങ്ങനെയൊക്കെയാണ്. അപ്പൊ ഞാൻ ഇന്നിപ്പോ ഈ ആഴ്ച ഒരു ലീഡർ റൗണ്ട് അപ്പ് ചെയ്യുന്നിടത്താണെങ്കിൽ അടുത്ത ആഴ്ച അടുത്ത ലീഡർ റൗണ്ട് അപ്പ് സെഷൻ നടത്തുന്നതിന്റെ അടുത്ത് ഞാനുണ്ടാവും. ചിലപ്പോൾ അവർ എന്നെയും കൂടി വിളിച്ച് അവിടെ നമ്മുടെ കൂടെ ഉള്ളവരായതുകൊണ്ട് അവിടെ ഇരുത്തും. അപ്പോൾ സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ 2-3 അങ്ങനെയും പഠിച്ചെടുത്താണ് ശരിക്കും പറഞ്ഞ അതിനുശേഷമാണ് കൃത്യമായിട്ട് ഫീൽഡിൽ ഇറങ്ങി ഈ കാര്യങ്ങളെല്ലാം കൊടുക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പിന്നെ ഞാനിങ്ങനെ പഠിച്ചിരുന്നിട്ടല്ല കാര്യം, അങ്ങനെ ഞാൻ ഒരു ദിവസം 2 ദിവസമൊക്കെ 2 ദിവസം കൊണ്ട് 5 സെയിലൊക്കെ സ്വന്തമായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. കാരണം നമ്മളത് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേനും ഇത് നിസ്സാരാണ്, സിമ്പിളാണ്. എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, നമ്മുടെ കോൺഫിഡൻസ് ആണ് നമ്മുടെ സെയില്. നമ്മൾ എത്രമാത്രം അവര് നമ്മളെയാണ് നോക്കുന്നത്, നമ്മുടെ ഒത്തിരി കാര്യങ്ങളൊന്നും അറിയണ്ട, നമുക്ക് ഉറപ്പുണ്ടോ, നമ്മൾ തീർത്തും ഉറപ്പിലാണോ അല്ലെങ്കിൽ വിശ്വാസം ഉണ്ടോ എന്നുള്ളതാണ്
ഓരോ ആളുകളും നമ്മളെ അറിയുന്നത്, ഞാനിപ്പോ തുടക്കക്കാർക്കാണ് പറയുന്നത് കേട്ടോ. കാരണം തുടങ്ങി വരുന്ന ഒരാൾ ചിന്തിക്കും എനിക്ക് ഇൻകം കാണിക്കാനില്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഇല്ലല്ലോ, അങ്ങനെ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കമ്പനീനെ മനസ്സിലാക്കുക. കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും ഇതില് നമ്മുടെ BOP-കളിലൂടെയാണേലും സെഷൻസിലൂടെയാണേലും അല്ലെങ്കിൽ നമ്മുടെ ലീഡേഴ്സിനോട് ഇപ്പൊ നമുക്ക് സമയം ഇപ്പൊ ഇന്ന് ഒരു 11 മണിക്കാണ് നമ്മുടെ സമയം ആവശ്യം, നമ്മൾ ഫ്രീ ആണ്. അപ്പൊ നമ്മുടെ ഏതെങ്കിലും ലീഡറിനോട് ചോദിച്ചാൽ എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ അറിയണം, കമ്പനീനെ പറ്റി അറിയണം, ഇന്നത് അറിയണം, വരുമാന മാർഗങ്ങൾ അറിയണം, അല്ലെങ്കിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, എങ്ങനെയാണ് ലിസ്റ്റ് ഇടണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏത് സമയത്ത് ചോദിച്ചാലും ഓരോ ലീഡേഴ്സും നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും. കാരണം ഞാൻ അതുപോലെ കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ ലീഡേഴ്സ് നമുക്ക് ചെയ്തു തരുന്നത് കൊണ്ട് നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് പറ്റുന്ന സമയത്ത് കൃത്യമായിട്ട് കമ്പനി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം എല്ലാം നിയമപരമായി മുന്നോട്ട് പോകുന്നു. ഇതിന്റെ ചെയർമാൻ ആണെങ്കിൽ നമുക്ക് ഇപ്പോ ആർക്കും ഇപ്പോ ഒന്നും നെഗറ്റീവ് ഫീൽഡിലേക്കൊന്നും ചെല്ലുമ്പോൾ പറയാനേ ഇല്ല. നേരത്തെയൊക്കെ ഞാനൊക്കെ വന്ന സമയത്ത് ആർക്കും അങ്ങനെ ബോബി സാറിനെ അത്ര അറിയത്തില്ല, അല്ലെങ്കിൽ ഈ ഫിജിക്കാർ എന്നൊക്കെ പറയുമ്പോൾ നേരത്തെ വന്ന ഇതുപോലെ അങ്ങനെ ഒത്തിരി എന്റെയൊക്കെ സമയത്ത് ഒത്തിരി സംശയങ്ങൾ നമ്മൾ എങ്ങനെ നെഗറ്റീവ് ആക്കാന്നുള്ള രീതിയിൽ കുറേയേറെ സംശയങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യം കൂടെ, ഇപ്പൊ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ തന്നെ പോയി എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് നമുക്ക് ഓരോരുത്തർക്കും തന്നെ പോകാനും പറ്റും. കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുത്തിട്ട് നമുക്ക് ധൈര്യപൂർവ്വം നമ്മൾ കമ്പനീനെ നമുക്ക് കൃത്യമായിട്ട് വിശ്വാസം ഉണ്ടാവണം, ആ ഒരു കോൺഫിഡൻസ് നമ്മളിൽ ഉണ്ടാവണം, ആ പ്ലാനിൽ എന്തൊക്കെ പറയണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോ മനസ്സിലാക്കിയ ശേഷം നമുക്ക് തന്നെ പോകണമെങ്കിലുള്ള കാര്യമാണ്, ലീഡേഴ്സിന്റെ കൂടെയാണ് നമ്മൾ ഒരു 4-5 തവണ പോകേണ്ടത് എങ്കിലും തന്നെ പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ ചെയ്യേണ്ടത് നമ്മുടെ ഒരു അപ്ലൈൻ ലീഡറിനോട് പറയുക, ഞാൻ ഇങ്ങനെ പ്ലാൻ കൊടുക്കാനായിട്ട് പോവുകയാണ്, എന്തെങ്കിലും ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നിലൊരു മെസ്സേജ് ഇടും, എന്തെങ്കിലും സംശയം വന്നാൽ അല്ലെങ്കിൽ ഒരു കോൾ വിളിക്കും. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലീഡറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോൾ വിളിക്കും അല്ലെങ്കിൽ സംശയം അപ്പൊ കോൾ വിളിക്കാൻ നമുക്ക് എന്തെങ്കിലും കോൾ വന്നെന്നും പറഞ്ഞു എന്തെങ്കിലും അവിടെ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മെസ്സേജ് ഇടാനും പറ്റും. അപ്പൊ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് പറയും. അപ്പൊ ഇങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെയാ. അങ്ങനെ സപ്പോർട്ട്, ആ ഒരു സംശയം തോന്നിയപ്പോ വിളിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ നമ്മുടെ ലീഡർ എപ്പോഴും സപ്പോർട്ടായിട്ട് നമുക്ക് ഉണ്ടാവും. എല്ലാ ടീമിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സ്, നമ്മുടെ SM റാങ്ക് SC ആണേലും SD ആണേലും എല്ലാം നമ്മളെ ആരാണോ ഇതിലേക്ക് എത്തിച്ച് അവര് തൊട്ട് നമ്മൾക്ക് സപ്പോർട്ടിങ്ങിന് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതങ്ങ് സെയിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യമാണ്, നമ്മൾ ആദ്യം തന്നെ ലിസ്റ്റിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ആ ലിസ്റ്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ 30 പേരുടെ ഷോ ലിസ്റ്റ് ഞാനും തയ്യാറാക്കി കൊടുത്തു. അപ്പൊ നമ്മൾ ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അവരെ ഇൻവൈറ്റ് ചെയ്യുക. നമ്മളിപ്പോ ഒരു BOP-കളിലേക്കാണെങ്കിൽ ഡിജിറ്റൽ ആയിട്ട് നമ്മൾ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വിളിക്കണമെങ്കിൽ ഫോണിൽ കൂടെ വിളിച്ച് സംസാരിച്ച് ആ ഡിജിറ്റൽ ലിങ്ക് എല്ലാം ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് കാണാനാണെങ്കിൽ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കുക. അപ്പൊ ആ സമയത്തും അതിൽ നമ്മൾ എന്തോരം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം, കാരണം നമ്മൾ ഒത്തിരി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിസ്സാര കാര്യങ്ങളാണ്, പക്ഷെ അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും നമുക്ക് നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ആ സമയത്ത് ഞാനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെ ഫോണിൽ കൂടെ തന്നെ വിളിച്ചിട്ട് പറയും ഇന്ന ഇതിൽ ജോയിൻ ചെയ്തിട്ട്. അപ്പൊ അവർ ചോദിക്കും എങ്ങനെയാ, ആരാണ്, എങ്ങനെയാണ്, ആരൊക്കെയുണ്ട്, എന്തൊക്കെയാ കിട്ടണത്, എല്ലാം ഫോണിൽ കൂടെ തന്നെ അങ്ങ് പറയും. അല്ലെങ്കിൽ നേരിട്ട് കാണുവാണെങ്കിൽ അതിന് മുന്നേ ഇങ്ങനെ വഴിയിൽ വെച്ച് അങ്ങനെയൊക്കെ പറയുന്ന ഒരു സാഹചര്യം. അപ്പൊ BOP-യിൽ കയറണം എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം പറഞ്ഞിട്ട് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ അവരെ കാണത്തില്ല. അപ്പൊ നമ്മൾ ഇതെന്താ അങ്ങനെ, പിന്നെ അവർക്ക് സമയമില്ലാണ്ടായിരിക്കും എന്നൊക്കെ ചിന്തിച്ചു. അപ്പോഴാണ് ഒരു മോർണിംഗ് സെഷനിൽ ലിനി സാറിന്റെ ഒരു സെഷൻ കേൾക്കാണ്. നമ്മൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെയാണ്. വിളിക്കാമോളൂ, ഇങ്ങനെ വിളിക്കുമ്പോൾ നമ്മൾ എന്താണ് ഇതിന്റെ ഒന്നും തന്നെ പറയേണ്ട ആവശ്യമില്ല. ഞാനൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്, അപ്പൊ അത് അവരെന്താന്ന് ചോദിക്കുമ്പോഴും നീ അത് കേട്ട് നോക്ക്, നീ ഇപ്പൊ ഫ്രീ ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ലിങ്ക് ഇട്ട് കൊടുക്കാനാണെങ്കിൽ ഞാനൊരു ലിങ്ക് ഇട്ട് തരാം, അതൊന്ന് കേട്ടു നോക്കാം, അതിനുശേഷം എന്നെ വിളിക്കുക, എനിക്ക് പറ്റുന്നുണ്ട്, നിനക്ക് എനിക്ക് എന്തായാലും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, നീ ഒന്ന് കേട്ടു നോക്കിയ ശേഷം എന്നെ വിളിക്കൂ, ബാക്കി പറഞ്ഞുതരാം. അങ്ങനെയുള്ള രീതിയിൽ, കാരണം അവരെന്ത് ചോദിച്ചാലും നമ്മൾ അത് കേൾക്കാൻ അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് കാണാനുള്ള ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാനുള്ള. അപ്പൊ ഞാൻ അന്നേരം ചിന്തിച്ചു, ഇതെന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ, നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ അല്ലേ, നേരിട്ട് അങ്ങ് പറഞ്ഞാൽ പോരേന്നൊക്കെ ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചെങ്കിലും ലീഡേഴ്സ് പറഞ്ഞല്ലേ അതിൽ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് ഞാനും ഒരു ഫസ്റ്റ് അങ്ങനെ ഒന്ന് വിളിച്ചു നോക്കാൻ തയ്യാറായി. അപ്പോഴാണ് മനസ്സിലായി അതിന് ഭയങ്കര റിസൾട്ട്. ആ ഒരു വാക്കിന് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് മാത്രം, കാരണം അവർക്ക് ക്യൂരിയോസിറ്റി, അവർക്ക് ഇതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ, ഇനിയിപ്പോ എന്താണേലും അറിഞ്ഞ് വേറെ ഒന്നും ഇല്ലല്ലോ, അവരുടെ ടൈം
വേറെ ചുമ്മാ ഇരിക്കുന്ന ഒരു സമയത്തല്ലേ. അപ്പൊ അവർക്ക് അതൊന്നും പ്രശ്നമില്ല, എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ തയ്യാറാവും. അതിന് മുന്നേ എല്ലാം പറഞ്ഞിട്ടാവുമ്പോ നമ്മള് ഇപ്പൊ ഇതിലൊക്കെ പറയാറുള്ള പോലെ നമ്മുടെ സിനിമയുടെ എല്ലാം കഥയൊക്കെ കേട്ട് ഒരു സിനിമ ഫുൾ കഥകൾ കേട്ട് കഴിഞ്ഞു, കഥ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ സിനിമ കാണാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോകാൻ തോന്നുമില്ല, നമുക്കത് വേണ്ടെന്ന് തോന്നും. അതുപോലെ തന്നെയാണ് ഫിജി ഖാന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഫോണിൽ കൂടെ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരിട്ട് കാണാൻ അല്ലെങ്കിൽ സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഇൻവിറ്റേഷൻ കൊടുക്കുമ്പോഴാണേലും അപ്പോയിന്റ്മെന്റ് കൊടുക്കുമ്പോഴാണേലും അവർ പല കാര്യങ്ങളും നമ്മുടെ ഫ്രണ്ട് അല്ലേ, നീ അങ്ങ് എല്ലാം ഇങ്ങ് പറഞ്ഞോ, ഇനിയിപ്പോ വന്ന് കാണുന്ന എന്തിനാ, അങ്ങ് ഫോണിൽ കൂടെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത് നൈസായി ഒന്നിലും സമയമില്ലെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും, അത് അങ്ങനെയല്ല, നേരിട്ട് പറഞ്ഞാലാണ്, അത് നേരിട്ട് അങ്ങ് പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ മാത്രം. അല്ലാണ്ട് നമ്മൾ അവരെ വീണ്ടും വിളിച്ച് അങ്ങനെ ഒത്തിരി ഇതൊന്നും ചെയ്യേണ്ട. ഒരു ടൈം നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത്, ഒരു ഡേറ്റും നമ്മൾ ഇന്നിപ്പോ വിളിക്കുകയാണെങ്കിൽ നാളെ തന്നെ അല്ലെങ്കിൽ ഇന്ന് തന്നെ കാണുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ അത് നീണ്ടുപോകും. അപ്പൊ ആ കൃത്യ ടൈമും ആ സമയവും ദിവസവും ചോദിക്കുക. ചോദിച്ചു കഴിയുമ്പോൾ പിന്നെ വിളിക്കാനൊന്നും നിൽക്കണ്ട. ഇങ്ങനെ ഞാൻ വരുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ വരട്ടെ. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മൾ തന്നെ അങ്ങനെയല്ലേ വർക്ക്, നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ പോകുമല്ലോ. അപ്പൊ എല്ലാ മനുഷ്യരും അതുപോലെയൊക്കെ തന്നെ നമ്മളെ പോലെയൊക്കെ ആണെന്ന് തന്നെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അങ്ങ് ചെല്ലുക എന്നുള്ളതാണ്. അപ്പൊ ചെന്ന് കഴിയുമ്പോൾ അവര് പറഞ്ഞേക്കണാണല്ലോ, ആ പറഞ്ഞത് കൊണ്ട് അവരെന്തായാലും അവിടെ അതിനുവേണ്ടി സമയം തരാനും സംസാരിക്കാനും എല്ലാം തയ്യാറാവും. അല്ലെങ്കിൽ നമ്മൾ വിളിച്ചു ചോദിക്കുമ്പോൾ എന്തെങ്കിലും കാരണങ്ങളൊക്കെ പറഞ്ഞ് അത് മാറിപ്പോകും. അപ്പൊ അങ്ങനെ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കാനും പ്ലാൻ കൊടുക്കുമ്പോഴത്തേനും ഞാൻ തന്നെ എന്നുള്ള എൻ്റെ ഒരു നമ്മുടെ അനുഭവം പറയേണ്ടത് കൊണ്ട് അങ്ങനെ പറഞ്ഞു പോയെന്നുള്ളൂ. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞ ടീമിൽ തുടങ്ങി വരുന്ന ഒരു വ്യക്തിക്ക്, ഞാൻ പഠിച്ച് സമയം കഴിഞ്ഞാണ് വർക്കിലേക്ക് ഇറങ്ങിയത്, അതുകൊണ്ടാണ്. പക്ഷെ ഇന്നിപ്പോ തുടങ്ങി വരുന്ന, ഇന്ന് ജോയിൻ ചെയ്ത ആൾക്ക് നാളെ അല്ലെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് വർക്കിന് ഇറങ്ങാം. എങ്ങനെയാണെന്നറിയോ, നമ്മുടെ ടീം സപ്പോർട്ടാണ്. നമുക്ക് അതിനാണ് ഒരു മറ്റേ ലീഡേഴ്സ് നമ്മോടൊപ്പം ഉള്ളത്. കാരണം അവരുടെ റാങ്കുകളാണ് അന്നേരം നമ്മുടെ റാങ്ക്, അവരുടെ ഫണ്ടാണ് അന്നേരം നമ്മുടെ ഫണ്ട്. അപ്പൊ നമ്മോടൊപ്പം അവരും എത്തും. നമ്മളിപ്പോ ഈ ലിസ്റ്റ് തന്നെ പെട്ടെന്ന് ലിസ്റ്റ് ഇടുക, ആ ഷോ ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് കൃത്യമായിട്ട് ഷോ ലിസ്റ്റ് തയ്യാറാക്കി അങ്ങനെയുള്ളവരിലേക്ക് വേണം കൊടുക്കാൻ. അല്ലാണ്ട് നമുക്ക് തോന്നുന്ന കുറച്ച് പേരിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സെയിൽ എത്തിക്കാൻ പാടാണ്. അന്നേരമാണ് നമ്മൾ നിരാശരായി പോണേ. അവർ ജോയിൻ ആയില്ലോ, അല്ലെങ്കിൽ പിന്നെയും കൊടുത്ത് ജോയിൻ ആയില്ലല്ലോ, അങ്ങനെ ഇങ്ങനെ നമുക്ക് മൈൻഡ് മടുക്കും. അപ്പം അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അപ്പം നമ്മൾ കൃത്യം ഷോ ലിസ്റ്റ് തയ്യാറാക്കി അതനുസരിച്ച് ലീഡേഴ്സിന്റെ ഒരു സാന്നിധ്യത്തോടെ അവരോടും പറഞ്ഞ് ഇന്ന ആദ്യം കാണാൻ പറ്റുന്നവരെ ആദ്യമാക്കിക്കൊണ്ട് ലിസ്റ്റ് ചെയ്ത് പോകുമ്പോഴത്തേനും ഒരു അപ്ലൈൻ പ്ലാൻ കൊടുക്കാൻ പറ്റുന്നത്, വൈൻഡപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്ലൈൻ ലീഡറിനെയും കൂട്ടിക്കൊണ്ട് ചെന്ന് അവിടെ വെച്ച് തന്നെ. അപ്പൊ അവര് എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി, നമ്മളുടെ ശബ്ദമാണ് അവരുടെ ശബ്ദം, നമ്മളുടെ എല്ലാം, അവര് പറയുന്ന എല്ലാം നമുക്ക് വേണ്ടി. അപ്പൊ നമുക്ക് അറിയില്ലായ്മയില്ല, കാരണം ഇതാണ് ടീം വർക്ക് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാം അറിയാം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോരുത്തരും നമ്മുടെ ലീഡർ എന്താണ് പറയുന്നത്, എങ്ങനെയാണ് പ്ലാൻ കൊടുക്കുന്നത്, എങ്ങനെയാണ് സെയിൽ ഓപ്പൺ ആക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിരുന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 4-5 തവണ അല്ലെങ്കിൽ ഒരു 4 തവണ ലീഡേഴ്സിന്റെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ കൊടുക്കാൻ തയ്യാറാവും. നമ്മൾ തന്നെ മതി. ഇതിനധികം ബുദ്ധിമുട്ടൊന്നുമില്ല. കമ്പനിയെ പറ്റി അറിഞ്ഞിരുന്ന വേറെ ഒന്നും വേണ്ട. നമുക്ക് എന്ത് ചോദിക്കുന്നതിനും നമുക്ക് മറുപടി പറയാൻ പറ്റും എന്നുള്ളതാണ്. എനിക്ക് അങ്ങനെ സാധിച്ചിട്ടുണ്ട് എല്ലാവർക്കും. കാരണം ടീമിലൂടെ അനുദിനം സാധിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അതുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും പ്ലാൻ ശ്രദ്ധിക്കണം. അന്നേരം നമ്മൾ ഫോൺ വിളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പുറത്തോട്ട് ഇപ്പൊ ഫോൺ വന്നോ, അത് ലീഡറിന്റെ ഡ്യൂട്ടിയാണ്. പ്ലാൻ കൊടുക്കേണ്ടതും സെയിലാക്കേണ്ടതൊക്കെ ഞാൻ അന്നേരം ഫോൺ വിളിച്ചു പോകാൻ അല്ലെങ്കിൽ അവിടെയുള്ള വേറെ ആളുകളോട് സംസാരിക്കുകയൊന്നും അല്ല വേണ്ടത്. നമ്മൾ സീരിയസ് ആയിട്ട് നോക്കിയിരിക്കുമ്പോൾ മറ്റേ വ്യക്തി നമ്മളെ കണ്ടുകൊണ്ട്, അല്ലാണ്ട് ലീഡറിനെ അല്ല ആള് ശ്രദ്ധിക്കുന്നത്, നമ്മൾ വിളിച്ചുകൊണ്ട് വന്ന് നമ്മളെയാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇരിക്കുന്നത്, നമ്മൾ എത്രമാത്രം ആ വ്യക്തിക്ക് റെസ്പെക്ട് ചെയ്താണ്, നമ്മൾ ഈ ഫിജി ഖാനെ എത്രമാത്രം ആഴത്തിലാണ് ഉൾക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ആള് വീക്ഷിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മുടെ പ്രവൃത്തികൾ അതുപോലെ ആയിരിക്കണം. നമ്മൾ വളരെ ശ്രദ്ധയോടെ ചെല്ലുമ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധയോടെ തന്നെ ഇരുന്നു കൊണ്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലീഡറിന് സെയിൽ എടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പം നമ്മൾ സെയിലിന് ചെല്ലുമ്പോഴാണേലും ഇപ്പൊ 99-98% കൂടെ വരുന്ന ലീഡർ എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിലും ലാസ്റ്റ് നമ്മൾ ആരാണ്, നമ്മുടെ പരിചയം മുഖാന്തരമാണല്ലോ അവിടെ എത്തി. അപ്പൊ ആള് പറയാം, എടാ ഞാനുണ്ട്, അല്ലെങ്കിൽ എടി നമുക്ക് ഒന്നിച്ചങ്ങ് വർക്ക് ചെയ്യാം, ഞാൻ കയറി നിന്നു, എന്തായാലും ഒരു പ്രശ്നമില്ല, ഞാൻ എന്തായാലും കട്ടയ്ക്കുണ്ട്, ഞാൻ എന്തായാലും വിജയിക്കാൻ പോവാ,
നല്ലൊരു ടീം വർക്കോട് കൂടിയാണ് നമ്മൾ പോകുന്നത്. നമുക്ക് പറ്റുന്ന എല്ലാ ലക്ഷ്യങ്ങളും നമ്മുടെ ആഗ്രഹം അപ്പൊ അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. അല്ലെങ്കിൽ നിനക്കൊരു വീട് വേണ്ടേ, അല്ലെങ്കിൽ നിന്റെ കുട്ടീനെ പഠിപ്പിക്കണ്ടേ, നമുക്ക് ഒന്നിച്ച് ചെയ്യുന്ന അതെല്ലാം നേടാൻ പറ്റും, കയറി നിന്നോട്ടോ എന്നുള്ള ഒറ്റ വാക്ക് നല്ല കോൺഫിഡൻസോടെ ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വാക്ക് അവിടെയാണ് സെയിൽ ശരിക്കും വരുന്നത്. അപ്പൊ അതിന് നമ്മൾ ആ ഒരു രീതിയിൽ പറയണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് കമ്പനീനെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അവിടെ ആ പറയാൻ പറ്റുള്ളൂ. ഈ വരുന്ന ഒരാള് അല്ലെങ്കിൽ ആ ക്ഷണിച്ച് ആരുടെ ക്ഷണപ്രകാരമാണോ അവിടെ എത്തിയിരിക്കുന്നത്, അപ്പൊ ആ ആളിൽ നിന്നുള്ള ആ കോൺഫിഡൻസ്, ആ വാക്കാണ് ആ സെയിലിലേക്ക് എത്തിക്കുന്നത്. അതെല്ലാവരും, കാരണം എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഇത്രയും നാളിന്റെ ഇടയ്ക്ക് ആ ഒരു വാക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒപ്പം ലീഡേഴ്സ് ഫുൾ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ടും ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും സെയിൽ എടുക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ടാവും പുതിയ ആൾക്കാര്, ഈ ലിസ്റ്റിനൊക്കെ ഇത്ര പ്രാധാന്യം ഉണ്ടോന്ന്. ഞാൻ ആദ്യം പറഞ്ഞു, ഞാനും അങ്ങനെ ചിന്തിച്ചു. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ ഞങ്ങൾ ലീഡർ, ഞാൻ അയച്ചു കൊടുത്തില്ല, ഞാൻ അന്ന് അയച്ചു കൊടുത്തത് ഞാൻ അതൊക്കെ മറന്നുപോയി. ലിസ്റ്റ് ഇട്ട കാര്യമോ ലിസ്റ്റ് കൊടുത്ത കാര്യമോ അല്ലെങ്കിൽ അങ്ങനെ ആ ലിസ്റ്റിൽ എങ്ങനെയാണെന്നൊന്നും പിന്നെ അങ്ങനെ അത്രയ്ക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. കാരണം ജോലിയുടെ സമയത്ത് തന്നെയാണല്ലോ ഇത് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പൊ ആ ലിസ്റ്റ് എനിക്ക് തിരിച്ചിട്ട് തന്നപ്പോഴാണ് ഞാൻ, നമ്മുടെ ഇതിലൊക്കെ പറയും 10 പ്ലാൻ കൊടുക്കുമ്പോൾ 2 സെയിൽ എന്നൊക്കെ പറയും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. 30-ൽ പകുതിയും സെയിലായി എന്ന് വെച്ചാൽ 2-ൽ 1 എന്ന് പറഞ്ഞ പോലെ തന്നെ ആ ലിസ്റ്റിലുള്ള എല്ലാവരും ജോയിൻ ആയി എന്നുള്ള. കാരണം അത് കൃത്യമായിട്ടുള്ള, നമ്മൾ വേറെ ഒന്നും ചിന്തിക്കാതെ ആ പറഞ്ഞതിന് പ്രകാരം ആ കൃത്യ ഷോർട്ട് ലിസ്റ്റ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് നോക്കുമ്പോൾ ആ ലിസ്റ്റിൽ എല്ലാവരും തന്നെ നമ്മുടെ ഫിജിക്കാളിൽ ജോയിനായി വർക്ക് ചെയ്യുന്നവരാണ്. കാരണം അത്രമാത്രം പ്രാധാന്യത്തോടെ നമ്മളെല്ലാം അറിഞ്ഞിട്ട് ചെയ്യുന്നതിലും നല്ലത് ഒന്നും അറിവില്ലായ്മയിൽ നിന്നുകൊണ്ട് ആ പറയുന്നത് എനിക്കൊന്നും അറിയില്ലല്ലോ എന്ന് കരുതിക്കൊണ്ട് നമ്മളൊരു തുടക്കക്കാരിയാണെന്നുള്ള രീതിയിൽ തന്നെ, ഇപ്പൊ ഏത് ബിസിനസ് ആണേലും എന്ത് ജോലിയാണേലും ഒരു ജോലിക്ക് പോകുമ്പോഴത്തേനും, ഇപ്പൊ ഞങ്ങൾ അമൃതത്തിലാണേലും സ്പെഷ്യൽ ഗവൺമെന്റ് ട്രെയിനിങ് ഉണ്ടായിരുന്നു, അതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ അക്കൗണ്ടിങ് സെഷൻ ആണേലും ഓരോരോ കാര്യങ്ങളിൽ ട്രെയിനിങ് വെച്ച് നമ്മൾ ഒന്നും അറിയില്ലാത്ത രീതിയിൽ പഠിച്ച് മനസ്സിലാക്കിയാണ് ചെയ്തു പോയത് എന്ന് പറഞ്ഞ പോലെ ഏത് മേഖലയിലും അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ ഫിജിക്കാളിൽ നമ്മൾ അതുപോലെ തന്നെ കൃത്യമായിട്ട് ലീഡേഴ്സ് പറഞ്ഞു തന്നത് അവർ വിജയിച്ച വഴികളാണ്. ആ വഴികൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ഏറ്റെടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വിജയിക്കാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ഞാനും അന്ന് അങ്ങനെ ആ ഒരു രീതിയിൽ കൃത്യമായിട്ട്, നിങ്ങൾ ഇന്ന് തന്നെ ചോദിക്കുക നിങ്ങളുടെ ലീഡേഴ്സിന് എങ്ങനെയാണ് ലിസ്റ്റ് ഇടേണ്ടത്, ആ ലിസ്റ്റ് ഞാൻ എങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം, എന്നിട്ട് ഒന്നും നമ്മൾ മുൻധാരണ ഒന്നും വെക്കാതെ ആ ഒരു നല്ല കൃത്യം പക്ക നല്ലൊരു ഷോർട്ട് ലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിലെല്ലാം നമ്മൾ ഒത്തിരി ഒന്നും ബുദ്ധിമുട്ടേണ്ട വരില്ല. കൃത്യം നമുക്ക് സെയിലിലേക്ക് എത്തിക്കാൻ പറ്റും. നമുക്കറിയാം 2, 3, 4 സെയിൽ വന്ന വരെ നമുക്ക് ടീം കൊണ്ടുപോകാം. ആ സമയത്ത് നമ്മൾ കൊടുക്കുന്നതിന്റെ പകുതിയും അല്ലെങ്കിൽ 3-ൽ 1, ഇപ്പോ പറഞ്ഞ പോലെ 10-ൽ 2 ആണെങ്കിൽ പോലും ബുദ്ധിമുട്ടില്ല അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അപ്പോ എല്ലാവരും അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഒരു കാര്യമാണ്, നമ്മൾ പ്ലാൻ കൊടുക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് പ്രകാരം കൊടുക്കാനൊക്കെ പറഞ്ഞു. ആ കൊടുത്ത വ്യക്തിനെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം പ്ലാൻ കൊടുക്കുക. കാരണം നമുക്ക് ഇന്ന് അറിയാൻ പറ്റും, കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത ചില ആളുകളെ അല്ലെങ്കിൽ വ്യക്തികൾ ഇന്നായിരിക്കില്ല, ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞ്, ഇവിടെയൊക്കെ 6 മാസം കഴിഞ്ഞൊക്കെ ജോയിൻ ചെയ്തവർ, അല്ലെങ്കിൽ കുറെ നാളുകൾ കഴിഞ്ഞ്. ഇപ്പൊ ഞാൻ വന്ന സമയത്ത് എന്നെ ഫോളോ ചെയ്ത ഒരാള് ഇത്ര നാളുകൾ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് അപ്പോ എന്തോ ചോദിച്ചു, ജോയിൻ ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു വന്നപ്പോഴത്തേനും ഇതേപ്പറ്റി അറിയണ്ടേന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, വേണ്ട എനിക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. കാരണം നമ്മളെ അവര് നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എന്റെ സ്റ്റാറ്റസിലൂടെ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും അവര് അപ്ഡേഷൻ ആയിരുന്നു, എല്ലാം ഇങ്ങോട്ട് പറഞ്ഞു തരുമായിരുന്നു. ഇന്ന മീറ്റിംഗ് നടന്നില്ലേ, ഇന്ന കാര്യങ്ങൾ നടന്നില്ലേ എന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും വീക്ഷിച്ചുകൊണ്ടേ ഇരിക്കും. കാരണം അവര് അത് കഴിഞ്ഞാണ് ഇതിലേക്ക്, കാരണം നമ്മൾ സീരിയസ് ആയിട്ട് പറഞ്ഞിട്ടില്ല, അവർക്ക് അത്ര ആവശ്യമില്ലല്ലോ എന്ന് ചിന്തിച്ച ആളുകൾ ഇപ്പൊ ചോദിച്ചു വന്ന് ജോയിൻ ചെയ്യുന്ന രീതിയിലേക്ക് മാറി. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നമ്മളിപ്പോ ഇന്ന് പ്ലാൻ കൊടുത്താൽ നാളെ തന്നെ പോയി ഫോളോ അപ്പ് ചെയ്യൂ. കാരണം അവരെ വെറുപ്പിച്ചുകൊണ്ടല്ല, നമ്മള് അവർക്കൊരു എന്താ പറയാ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടല്ലാത്ത രീതിയിൽ നമ്മളൊരു ഇപ്പൊ പോണ വഴിക്ക് കയറിയതാണ് അല്ലെങ്കിൽ ഫോണിൽ കൂടി ഒരിക്കലും ഫോളോ അപ്പ് ചെയ്യാതിരിക്കുക. കാരണം ഒറ്റ വാക്കില് ഞാൻ ഇല്ലാട്ടോ അല്ലെങ്കിൽ എനിക്ക് ഇന്ന ആട്ടോ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ അവരെ ചെന്ന് കാണാനോ പിന്നെ ആ ഫോണിൽ കൂടെ അടുത്തത് സംസാരിക്കാനോ പറ്റാതെ വരും. ആ സമയത്ത് നമ്മൾ ഡയറക്റ്റ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവര് നമ്മളിങ്ങനെ പോന്നു കഴിയുമ്പോൾ ഏതൊരു വ്യക്തിയാണേലും അവര് ചോദിച്ചിട്ടുണ്ടാവും,
ഇങ്ങനെ ഒരു കൺസെപ്റ്റ് കൂട്ടുകാരോടായിരിക്കും, റിലേറ്റീവിനോടായിരിക്കും. അപ്പം പിന്നെ ഇങ്ങനെ ഇതിലൊക്കെ ജോയിൻ ചെയ്ത് വേറെ വല്ല പണിയുണ്ടോന്ന് നോക്ക്. ഇതൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവരങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ. പക്ഷെ ഇവർക്ക് ആർക്കും ഒരു അനുഭവം പോലും ഉണ്ടാവില്ല. എങ്കിൽ പോലും ചുമ്മാ ഇങ്ങനെ നമ്മൾ കോമൺ മലയാളി, നമ്മളെല്ലാവരും സംസാരിക്കുന്നതാണല്ലോ എന്തെങ്കിലും ഒരു കാര്യം കേട്ട് കഴിയുമ്പോൾ. എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഒത്തിരി നെഗറ്റീവ് പറഞ്ഞപ്പോൾ അവർക്ക് നമ്മളെക്കാളും വിശ്വാസമുള്ള ഒരാളായിരിക്കും ഈ കാര്യങ്ങൾ പറഞ്ഞേക്കണേ. അപ്പൊ നമ്മൾ ഫോണിൽ കൂടി ആകുമ്പോൾ അവര് മനസ്സിൽ അതുള്ളതുകൊണ്ട് അവരതൊന്നും പറയാതെ ഞാനില്ലട്ടോ എന്ന് പറയും. പക്ഷെ ആ സമയത്ത് നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി അനുഭവം ഉള്ളതാണ്. അങ്ങനെ ടീമിലൂടെ ആണേലും സ്വന്തമായിട്ടാണേലും ചെല്ലുമ്പോഴാണ് മനസ്സിലാവണേ. അപ്പൊ ഇത്തിരി നേരം ഇങ്ങനെ നമ്മൾ ഈ ബിസിനസ് ആയിരിക്കില്ല പറയണത്, സംസാരിച്ച് കുറച്ചു നേരം സംസാരിക്കുമ്പോഴത്തേനും അവര് നമുക്ക് ഉള്ള കാര്യങ്ങൾ, ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അന്ന് തന്നെ സെയിലാക്കി പോരാനും പറ്റും. അപ്പൊ നമ്മൾ പേടിച്ചിട്ടോ അവരില്ലെന്ന് പറഞ്ഞല്ലോ പിന്നെ അങ്ങോട്ട് പോകൂല, ഫോണിൽ വിളിച്ചാലോ അങ്ങനെയൊക്കെ. അപ്പൊ ആ സമയത്ത് നമ്മൾ ചെല്ലേണ്ട നേരിട്ട് ചെന്ന് കഴിയുമ്പോഴാണ് അതിന് കൃത്യമായിട്ട് ക്ലാരിറ്റി ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫോണിൽ കൂടെ ഒക്കെ വിളിച്ച് നമുക്ക് പിന്നെ പേടി, അല്ലെങ്കിൽ നാണക്കേട്, അല്ലെങ്കിൽ മോശം കേടൊക്കെ ആയിട്ട് നമ്മൾ പിന്നെ മാറി നിൽക്കും. ആ സമയത്ത് നേരെ ചെന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്ത് നമ്മളപ്പോ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയവര് പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻ കൊടുക്കുക. അല്ലെങ്കിൽ ആ സെയിൽ, അല്ലെങ്കിൽ ആ ഒരു ഇത് നഷ്ടപ്പെട്ടു പോകും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ അത് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ നമ്മൾ കൊടുക്കാതെ ഇരുന്ന് അത് പിന്നെ കൊടുക്കുന്ന സമയത്ത് നമുക്കത് സെയിലാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഫോളോ അപ്പിന്റെ കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കാനും, അതിനുശേഷം നമ്മൾ ടീമിലേക്ക് വരുന്ന വ്യക്തികളെയും നമ്മളെ പോലെ തന്നെ നമ്മളൊരു കാര്യം പഠിച്ചെടുക്കുക. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു, എനിക്ക് പഠിക്കേണ്ട വന്നത് എനിക്ക് എന്റെ ടീമിലേക്ക് കൊടുക്കേണ്ട ആവശ്യം വന്നപ്പോഴാണ്. അപ്പോൾ നമുക്ക് ഓരോ ദിവസവും നമുക്ക് അപ്പോൾ സന്തോഷം തോന്നും. ഒരു കാര്യം നമ്മൾ ഇന്ന് പഠിപ്പിച്ചു കൊടുക്കുക ഒരാളെ, അല്ലെങ്കിൽ നമ്മുടെ ടീമിലേക്ക് കൊടുക്കുക. അപ്പൊ നമുക്ക് തോന്നും നാളെ വേറൊരു കാര്യം പഠിപ്പിക്കണമല്ലോ, അപ്പൊ നമ്മൾ അത് പഠിക്കണം. അപ്പൊ ചിലപ്പോൾ നമുക്കൊരു പുതിയൊരു കാര്യം കിട്ടുമ്പോഴത്തേനും നമ്മുടെ സമയം അനുസരിച്ച് ആ വ്യക്തികൾക്ക് എപ്പോഴെങ്കിലും ഓരോ കാര്യങ്ങളും, പുതിയ പുതിയ കാര്യങ്ങളും ഒരാൾക്ക് ഒരു ദിവസമെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ എന്താ പറയാ, നമ്മുടെ അറിവ് വർദ്ധിക്കും. മറ്റുള്ളവരിലേക്ക് അറിവ് കൊടുക്കും തോറും നമ്മളും വളർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതൊക്കെ നമുക്ക് ഒത്തിരി അറിവുകൾ ഉണ്ടാക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ഒപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, മേഡം തുടങ്ങിയപ്പോൾ പറഞ്ഞു മേഡം സ്റ്റാറ്റസിലൂടെയാണ് മേഡം ഇതിലേക്ക് വന്നേന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും പറയാനുള്ള ഒരു കാര്യം, നമ്മൾ കൃത്യമായിട്ട് സ്റ്റാറ്റസ്, നമ്മൾ ഡിജിറ്റൽ പ്ലസ് ഫിസിക്കലാണ്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുക, ഫേസ്ബുക്കിലൊക്കെ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് ഈ സ്റ്റാറ്റസ്. ഇപ്പൊ നമുക്കൊരു സാധാരണക്കാർക്ക് എല്ലാവർക്കും ഒന്നും പെട്ടെന്ന് ഇൻസ്റ്റ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഒക്കെ ബുദ്ധിമുട്ടായിരിക്കാം, പഠിച്ചു വരുന്നേ ഉണ്ടാവുള്ളൂ, തുടക്കക്കാരൊക്കെ ആയിരിക്കാം. അപ്പൊ ആ സമയം നമുക്ക് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവരും വാട്സപ്പ് യൂസ് ചെയ്യുന്നവരാണ്. അപ്പൊ നമുക്ക് അറിയില്ലെങ്കിൽ പോലും നമ്മുടെ ലീഡേഴ്സിനോട് ചോദിച്ച് ചെറിയ നമ്മൾ തന്നെ ചിലപ്പോൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കാനായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കോൺഫറൻസ് കോൾ എങ്ങനെയാ ചെയ്യണേന്ന് അറിയില്ലായിരിക്കാം. അങ്ങനെ ചെറിയ കാര്യങ്ങളാണെങ്കിലും അപ്പൊ തന്നെ വിളിച്ചിട്ട് ചോദിക്കുക എങ്ങനെയാ. അപ്പൊ അവർ ഫോണിൽ കൂടി എല്ലാം പറഞ്ഞു തരും, ഇന്ന പോലെ ഇത് എടുക്കുക, ഇങ്ങനെ ചെയ്താൽ മതി. അപ്പൊ അതെല്ലാം നമുക്ക് പഠിച്ചെടുക്കാൻ ഒരു കൊച്ചു കുട്ടികളെ പോലെ നമ്മളിങ്ങനെ, എനിക്ക് നാണക്കേടാണല്ലോ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ചോദിക്കും, എല്ലാവർക്കും അറിയാലോ, മോശമല്ലേ, അല്ലെങ്കിൽ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, അങ്ങനെയുള്ള ചിന്തയൊന്നും നമ്മുടെ ഫിജിക്കാളിൽ വേണ്ട. കാരണം നമ്മളെല്ലാവരും പല മേഖലയിൽ പല രീതിയിൽ വന്നവർക്ക് എല്ലാവർക്കും ഒരേപോലെ കഴിവ്, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയണമെന്നൊന്നുമില്ല. നമ്മൾ അതിന് പഠിച്ചെടുക്കാനാണ് ഈ ഡിജിറ്റൽ അക്കാദമി അല്ലെങ്കിൽ നമ്മുടെ ഈ സംവിധാനം യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ അങ്ങനെ ഒന്നും ചിന്തിക്കാതെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് സ്റ്റാറ്റസ് അപ്ഡേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാനിപ്പോൾ തന്നെ ആദ്യം തന്നെ പറഞ്ഞു, എൻ്റെ ഒരു സ്റ്റാറ്റസിലൂടെ എൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് ജോയിൻ ചെയ്തു. പക്ഷെ എൻ്റെ ഏറ്റവും വലിയൊരു ടീം നിങ്ങൾക്ക് വന്നത് തന്നെ മഞ്ഞുമൽ എന്ന് പറയുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലം, ഒരിക്കലും പോവാത്ത സ്ഥലം, അങ്ങനെ അവിടെ ഒരു ടീം ഉണ്ടാവുമെന്ന് പോലും വിചാരിക്കാത്ത എൻ്റെ ടീം വന്നത് എൻ്റെ സ്റ്റാറ്റസ് അപ്ഡേഷനിലൂടെയാണ്. കാരണം എൻ്റെ സ്റ്റാറ്റസ് കൃത്യമായിട്ട് കണ്ടിട്ട് അവർ മുന്നിൽ വന്നിട്ട് പോലും ഞാനിത് പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പൊ ഇങ്ങോട്ട് ചോദിക്കുകയോ ചെയ്തേ അതെന്താണെന്ന് അറിയണം. അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് സെയിൽ എടുക്കാൻ പറ്റുന്ന ആളാണ്, അവിടെ വെച്ചെല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും എത്ര അറിയാന്ന് വെച്ചാൽ പോലും നേരിട്ടോ ഫോണിൽ കൂടിയോ അല്ലെങ്കിൽ വഴി വെച്ചൊന്നും ഞാൻ ഒരിക്കലും പ്ലാൻ കൊടുത്തുകൊണ്ട് അത് മിസ് ചെയ്യാൻ, അത് നഷ്ടപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. ഏതൊരു ചെറിയ കാര്യമാണേലും അത് അതിൻ്റെതായ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ചെയ്തേക്കണേ. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വന്ന് പറഞ്ഞു തരാം, അവിടെ ഹോസ്പിറ്റലിലാണല്ലോ. അപ്പൊ അങ്ങനെ പറഞ്ഞ് ഇത് പോന്നു. അപ്പൊ എന്താണെന്ന് മാത്രം ചോദിച്ചപ്പോ ഇങ്ങനെ വരുമാനം, നമ്മള് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും അറിയാലോ, ലീഡേഴ്സ് നിങ്ങളിലേക്ക് എത്തിച്ചേരും. അപ്പൊ ഒത്തിരി സമയമില്ല, അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ സ്റ്റാറ്റസ് കണ്ടുകൊണ്ടാണ് ഇന്ന് എനിക്കൊരു വലിയ ടീം അവിടെ ഉണ്ടാവാനും നമ്മുടെ ടീമിന്റെ ഒരു സ്റ്റോർ വരെ ഇന്ന് ഉണ്ടാവാനൊക്കെ
സാധ്യമായത്. അപ്പൊ സ്റ്റാറ്റസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഞാനും ലീഡേഴ്സ് ഒന്നും പറഞ്ഞപ്പോ അത്ര പ്രാധാന്യമൊന്നും വെച്ചില്ല. ചുമ്മാ ഇവരൊക്കെ കാണുന്നതല്ലേ, അപ്പൊ പിന്നെ ഇട്ടേക്കാന്നൊക്കെ പറഞ്ഞ കേട്ടോ തുടക്കത്തിൽ തുടങ്ങിയത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായ സ്റ്റാറ്റസ് കണ്ട് വിളിക്കുന്നവരെയും ഇതൊക്കെ മനസ്സിലായപ്പോഴാണ് അതിന്റെ പ്രാധാന്യം. പക്ഷെ ഞാൻ അനുഭവത്തിലൂടെ നമ്മുടെ ടീം നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ അറിയില്ലാത്തവരായിരിക്കും. നമ്മളിപ്പോ ചിന്തിക്കുന്നത് ചിലരൊക്കെ ലിസ്റ്റ് ഇടുമ്പോ അല്ലെങ്കിൽ എനിക്ക് വലിയ ബന്ധങ്ങളില്ല, അല്ലെങ്കിൽ പരിചയക്കാരിൽ അങ്ങനെ അറിയുന്നവരില്ല, എനിക്ക് മാത്രം അങ്ങനെ നടക്കില്ലല്ലോ. അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, സ്റ്റാറ്റസിലൂടെ കാണുന്നത് പലരാണ്. അപ്പൊ അതിലൂടെ വരുന്നത് നമ്മൾ ചിന്തിക്കുന്ന ആളുകൾ പോലും അല്ല. അപ്പൊ അങ്ങനെ നമുക്ക് സെയിൽ എടുക്കാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ സഫലമാക്കാനായിട്ട് സാധിക്കും. അപ്പോ ആദ്യം തന്നെ ഇന്നിപ്പോ ഈ സ്ക്രീനിൽ ചിലപ്പോ നമ്മൾ കയറിയിരിക്കുന്നത് ഇതിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായ ഓരോ വ്യക്തികളും ഫിജിക്കാളിലൂടെ രക്ഷപ്പെടാൻ പറ്റും. ഇതുവരെ ഞാൻ എത്രയോ വർക്ക് ചെയ്തു, അലഞ്ഞു, എനിക്കൊന്നും നേടാൻ പറ്റിയില്ല. ഫിജിക്കാളിലൂടെ എനിക്ക് എന്തായാലും ഈ പറയുന്ന എന്റെ ലക്ഷ്യങ്ങൾ അതിനേക്കാൾ അപ്പുറം നേടാൻ പറ്റുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ട് മീറ്റിങ്ങുകളെല്ലാം അറ്റൻഡ് ചെയ്യുന്ന ലീഡേഴ്സ്, ആളുകൾ, വ്യക്തികളൊക്കെ ഇതിലുണ്ട്. പക്ഷെ നമുക്കറിയാം, ഇന്നിപ്പോ മേഡം പറഞ്ഞു നിങ്ങളുടെ ആരെ ജോയിൻ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യിക്കുക, വിളിച്ച് ജോയിൻ ചെയ്യിക്കുക, എല്ലാവരോടും പറയുക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ നമ്മളെല്ലാവരും അത് തന്നെ പറയുന്നവരാണ്. കാരണം എന്നിട്ട് വിളിക്കുന്നു